ഇന്ന് ദേശീയ സാങ്കേതിക വിദ്യാ ദിനം. 1998 മെയ് 11 ഇന്ത്യ പൊഖ്റാനിൽ രണ്ടാം ആണവ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ ഓർമ്മയ്ക്കായാണ് ദേശീയ സാങ്കേതിക വിദ്യാ ദിനം ആചരിക്കുന്നത്. ഓപ്പറേഷൻ ശക്തി അതായിരുന്നു 1998 മെയ് 11 പൊഖ്റാനിൽ ഇന്ത്യ നടത്തിയ രണ്ടാം ആണവ പരീക്ഷണത്തിന്റെ വിളിപ്പേര്. 4 ഫിഷൻ ബോംബുകളും ഒരു ഫ്യൂഷൻ ബോംബും, ആകെ 5 സ്ഫോടനങ്ങൾ. ഇന്ത്യയെ ഒരു സമ്പൂർണ്ണ ആണവ രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ അത് ധാരാളമായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു 98 രാജസ്ഥാനിൽ നടത്തിയ ആണവ പരീക്ഷണം. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ ഇച്ഛാശക്തിയുടെ ഫലമായിരുന്നു രണ്ടാം ആണവ പരീക്ഷണം. മറ്റ് ആണവശക്തികൾ ഇന്ത്യയുടെ ഈ രംഗത്തേക്കുള്ള പ്രവേശനത്തെ നിരസിച്ചിരുന്ന സമയമായിരുന്നു അത്. ശാസ്ത്രജ്ഞരും ഗവേഷകരും എഞ്ചിനീയർമാരും അടങ്ങുന്ന സംഘമായിരുന്നു ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കാതിരിക്കാൻ ദൌത്യം അതീവ രഹസ്യമായിരുന്നു. അമേരിക്കയുടെ ചാര സാറ്റലൈറ്റുകളുടെ കണ്ണുകളെ കബളിപ്പിക്കാൻ ആണവശാസ്ത്രജ്ഞന്മാരും എഞ്ചിനീയർമാരും സൈനിക വേഷം ധരിച്ചായിരുന്നു പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ഇതിന് നേതൃത്വം നൽകിയത് മേജർ ജനറൽ പൃഥ്വിരാജ് എന്ന വ്യക്തിയായിരുന്നു. ലോകത്തിനെ തന്നെ ഞെട്ടിച്ച ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണത്തിന് പിന്നിലെ പ്രധാന ബുദ്ധികേന്ദ്രം. മേജർ പൃഥ്വിരാജ് ആരാണെന്ന് യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞപ്പോൾ ഞെട്ടൽ ഇരട്ടിയായി. അന്ന് പ്രതിരോധ മന്ത്രിയുടെ ശാസ്ത്ര ഉപദേശകനും DRDO തലവനും പിന്നീട് രാഷ്ട്രപതിയുമായ ഇന്ത്യയുടെ സ്വന്തം മിസൈൽ മാൻ ഡോക്ടർ APJ അബ്ദുൽ കലാമായിരുന്നു മേജർ പൃഥ്വിരാജ് എന്ന രഹസ്യപേരിൽ ഓപ്പറേഷൻ ശക്തിക്ക് ചുക്കാൻ പിടിച്ചത്. അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനായിരുന്ന R ചിദംബരവും ഓപ്പറേഷൻ ശക്തിക്ക് നേതൃത്വം നൽകി. സൈനിക യൂണിഫോമുകൾ ധരിച്ചും കോഡ് ഭാഷയിൽ വിവരങ്ങൾ കൈമാറിയും അതീവ രഹസ്യമായി ദൌത്യം നിറവേറ്റി. ആദ്യ ഇന്ത്യൻ നിർമ്മിത എയർക്രാഫ്റ്റായ ഹൻസ 3 വിക്ഷേപിച്ചത് 1998 മെയ് 11 തൃശൂൽ മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം ഇന്ത്യ നടത്തിയതും ഇതേ ദിവസം തന്നെ. പൊഖ്റാനിൽ നടന്ന വിജയകരമായ ആണവ പരീക്ഷണ പരമ്പര ഇന്ത്യയുടെ ശാസ്ത്ര വൈദഗ്ധ്യം പ്രകടമാക്കുക മാത്രമല്ല, സാങ്കേതിക പുരോഗതിക്കും ദേശീയ സുരക്ഷയ്ക്കുമുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയെ അടിവരയിടുകയും ചെയ്തു. ഇതിന്റെ സ്മരണയ്ക്കായാണ് 1999 മുതൽ മെയ് 11 ദേശീയ സാങ്കേതിക വിദ്യാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. സാങ്കേതിക വളർച്ചയിൽ ഇന്ത്യക്ക് പുതിയ മാനം ലഭിച്ച ഈ ദിവസം രാജ്യത്തിന്റെ സാങ്കേതിക പുരോഗതിയിൽ നിർണായക ഇടപെടലുകൾ നടത്തിയ പ്രതിഭകൾക്ക് മുന്നിൽ രാഷ്ട്രം ആദരമർപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.